അബ്രഹാമിൻ്റെ ഭാര്യ സാറ നല്ല സുന്ദരിയായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. പ്രായം ചെന്നിട്ട് നല്ല സുന്ദരിയായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു രാജാവിന് ഇഷ്ടം തോന്നി. അന്നേരം അബ്രഹാം അവളോട് പറഞ്ഞ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോട്ടെ, നീ പറയണം ഞാൻ നിൻ്റെ സഹോദരനാണെന്ന്. ഭർത്താവ് എന്ന് പറയരുത്, എന്നെ തീർക്കും, നിന്നെ എടുക്കും, അതുകൊണ്ട് നീ അത് അങ്ങനെ അങ്ങ് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. നമ്മൾ പറയാം ടെക്നിക്കലി, നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പറയാം ടെക്നിക്കലി ഒരു സഹോദരി തന്നെയാണ്. ഈ നമ്മൾ പറയുമല്ലോ ഒരു കൊച്ചു വെള്ളക്കള്ളം, കറുത്ത കള്ളമല്ല, വെള്ളക്കള്ളം, വൈറ്റ് ലൈ. അത് വലിയ പ്രശ്നമില്ല, കാരണം നമ്മുടെ കാര്യമൊക്കെ നേടാൻ ഞങ്ങൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയി കൊച്ചു കള്ളം ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ പ്രശ്നം എന്താ പറ്റുമെന്നറിയാമോ? അബ്രഹാം അപ്പച്ചൻ പറഞ്ഞത് തന്നെ ഇസ്ഹാക്ക് മോനും ചെയ്തു. ഇതേപോലെ കാര്യം വന്നപ്പോൾ അവളോട് പറഞ്ഞു, എന്ത് ആങ്ങളെന്ന് പറഞ്ഞു. അതും പ്രശ്നമില്ലായിരുന്നു, വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ മൂന്നാം തലമുറ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ കള്ളത്തരത്തിൻ്റെ ഡിഗ്രി കൂടി. ആ അപ്പന് ഒരു ദിവസം ഇറച്ചിയൊക്കെ കഴിക്കണം, മക്കളെ ഒന്ന് അനുഗ്രഹിക്കണം എന്നൊക്കെ ഒരു താല്പര്യം ഉണ്ടാക്കി പറഞ്ഞപ്പോൾ അമ്മച്ചി അകത്തുനിന്ന് കേട്ടിട്ട്, ഇതാ കള്ളത്തരത്തിന്, അപ്പച്ചൻ പറഞ്ഞ കള്ളത്തരത്തിന്, മോൻ്റെ ജീവിതത്തിൽ കള്ളത്തരം വന്നിട്ടുണ്ടെങ്കിൽ അത് വർദ്ധിച്ചു വരുന്നത് കൊച്ചുമോൻ്റെ സമയം വരാൻ നേരത്തെ അമ്മച്ചിയുടെ കള്ളത്തരത്തിന് കൂട്ടിച്ചേരും. എന്നിട്ട് കള്ളത്തരമാണോ? എന്തൊക്കെ പരിപാടികളാ? രോമൊക്കെ കൊണ്ട് കയ്യെ വെച്ച് മോർഫിങ്, സൗണ്ട് മാറ്റം, ആള് മാറ്റം, ഡ്രസ്സ് മാറ്റം, AI യൂസ് ചെയ്യുന്നു, ചാറ്റ് GPT യൂസ് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യാൻ ഒക്കുമോ എല്ലാം കൂടെ ചെയ്ത് കള്ളത്തരത്തിനകത്ത് കുഴുങ്ങി. പിന്നെ അമ്മയെ ശരിക്കും കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ വരുന്നു, സഹോദരന്മാർ തമ്മിൽ പിന്നെ ശരിയായി അവിടെ. ഇനി അവിടെ കൊണ്ട് നിന്നോ, ഇനി കള്ളത്തരത്തിൽ കൂടാൻ പോവായ യാക്കോബ് അപ്പച്ചനും കൊച്ചു 10-12 മക്കളൊക്കെ വരാൻ പോവല്ലയോ? സഹോദരന്മാരെല്ലാം കൂടെ കൂടി തീരുമാനിച്ച് യോസേഫ് മോനെ കൊണ്ടുവന്ന് ആ കള്ളത്തരം ഒരു ദിവസം അല്ലായിരുന്നു, നീണ്ട വർഷങ്ങൾ കള്ളത്തരം അഭിനയിച്ചു. അയ്യോ എൻ്റെ യോസഫ് എന്ന് ചേട്ടാനിമാർ കാണിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു. കള്ളത്തരത്തിന് ദൈവമക്കളെ, ഇന്ന് മനുഷ്യന് കള്ളമാണോ പറയുന്നത് പോലും അറിയത്തില്ല. എന്തോ ചോദിച്ചാലും കള്ളത്തരമാണ് വെളി വരുന്നത്. എങ്ങോട്ട് പോവാച്ചാ ഇങ്ങോട്ട് പോവാ, എവിടെ പോവാച്ചാ തിരിച്ചെന്നാ പോന്നെ, ഞാൻ ഇവിടെ നാളെ അവിടെ, അങ്ങോട്ട് പോകുന്ന കാര്യമില്ല. തിരിച്ചെന്ന എന്ന് പറഞ്ഞാലും ഒന്നും ഒരു സത്യം പറയാൻ വയ്യാത്ത രീതിയിൽ പ്രാണന് സൗഖ്യം വേണം.